ചോദിക്കാൻ തോന്നുന്നു. അതായത് ടോപ്പ് 2 അല്ലെങ്കിൽ ഫൈനൽ 2 പേരിൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ് ഷാനവാസ്. ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെ സംഭവിച്ചില്ല. എവിടെയാണ് അങ്ങനെ ഒരു പിഴവ് പറ്റിയോ? എന്താണ് ഷാനവാസിന് തോന്നുന്നത്? അറിയില്ല കേട്ടാ. ഞാൻ ചെയ്യാനുള്ളിടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഫൈനൽ 3-ൽ വരാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഫൈനൽ 2-ൽ വരും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ലാലേട്ടൻ എന്റെയും അനീഷിന്റെയും കൈ പിടിച്ച് ഇങ്ങോട്ട് കയറി വരും എന്നുള്ളതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമ്മള് പ്രതീക്ഷിക്കുന്നതെല്ലാം നടക്കണമെന്നില്ലല്ലോ. ഞാൻ 100 ദിവസം വീട്ടിൽ നിൽക്കുക, ഫൈനൽ വരിക, പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റാണ്. തീർച്ചയായിട്ടും ഞാൻ പ്രൗഡാണ്. ഈ വീട്ടിൽ നിന്ന് എന്താണ് ഷാനവാസ് പഠിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് അഡോപ്റ്റ് ചെയ്യാം, ഇത് നമുക്ക് സ്വീകരിക്കാം, ഇങ്ങനെ ആയി മാറണം എന്ന് ആ വീട്ടിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേറെ ഇവിടെ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പഠിച്ചു. എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു കോൺഫിഡൻസ് പോയിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കതെല്ലാം തിരിച്ചു കിട്ടി. ധൈര്യമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ എന്നെ ബിഗ് ബോസ് പഠിപ്പിച്ചു. നിങ്ങളൊരു ആക്ടറാണ്, നിങ്ങളൊരു പെർഫോമറാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഉയർച്ച ഉണ്ടാകട്ടെ. എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും. വിഷ് ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഷാനവാസിന്റെ 100 ദിവസത്തെ ജീവിതയാത്ര ആ വീട്ടിൽ നമുക്കൊന്ന് കാണാം. ഓക്കെ. മലയാളം സീരിയലുകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ എല്ലാവരുടെയും മനം കവർന്ന നായകൻ ഷാനവാസ്. അല്ലേ? അതെല്ലാം നെറ്റ് പിടിക്കും. ഇത്